പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് ദുൽഖർ സൽമാൻ ചിത്രം കാന്ത തിയേറ്ററുകളിലെത്തി. നടിപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി.കെ. മഹാദേവൻ എന്ന നടനായാണ് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാൻ കൂടാതെ സമുദ്രകനി, ഭാഗ്യശ്രീ ബോർസെ, റാണ ദഗുപതി, രവീന്ദ്ര വിജയ്, ഭഗവതി പെരുമാൾ, നിഴലുകൾ രവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. അയ്യ എന്ന പേരുള്ള സംവിധായകനായി സമുദ്രകനി വേഷമിടുമ്പോൾ പോലീസ് ഓഫീസറായാണ് റാണ ദഗുപതി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കുമാരി എന്നാണ് ഭാഗ്യശ്രീ ബോർസെ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തിന്റെ പേര്. എന്നാൽ സിനിമയുടെ റിലീസിനോടൊപ്പം തന്നെ ഇതിലെ പ്രധാന കഥാപാത്രം ആരായിരുന്നു എന്നതിനെ ചൊല്ലിയുള്ള വലിയ ചർച്ചകളും വിവാദങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ട്രെയിലർ കണ്ടതോടെ ഇത് തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എം.കെ. ത്യാഗരാജ ഭാഗവതിന്റെ ജീവിത കഥയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇവിടെയാണ് കഥ മാറുന്നത്. ചിത്രത്തിൽ ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചു. റിലീസ് തടയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവാദങ്ങളെല്ലാം സിനിമാ പ്രേമികളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിച്ചു. ആരായിരുന്നു തമിഴ് സിനിമ കണ്ട ആ ആദ്യ സൂപ്പർ സ്റ്റാർ എം.കെ. ത്യാഗരാജ ഭാഗവതർ? ഒരു നടൻ മാത്രമായിരുന്നില്ല ത്യാഗരാജ ഭാഗവതർ. കർണാട്ടിക് സംഗീതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച മികച്ച ഗായകനായിരുന്നു അദ്ദേഹം. 1934 പാവലക്കൊടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. നായകന്മാർ സ്വന്തം പാട്ടുകൾ പാടേണ്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും തോളോളം നീളമുള്ള മുടിയുമെല്ലാം അദ്ദേഹത്തെ ഒരു സെൻസേഷനാക്കി മാറ്റി. തന്റെ കരിയറിൽ അദ്ദേഹം അഭിനയിച്ച 15 ചിത്രങ്ങളിൽ 6 എണ്ണം വൻ വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത ചിത്രം ഹരിദാസ് ചെന്നൈയിലെ ബ്രോഡ്വേ തിയേറ്ററിൽ തുടർച്ചയായി 3 വർഷം പ്രദർശിപ്പിച്ച് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ വലിയ ആരാധക വൃന്ദമുള്ള ധനികനായ നടനായി ത്യാഗരാജ ഭാഗവതർ മാറി. എന്നാൽ അപ്പോഴുണ്ടായ ഒരു ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പത്രപ്രവർത്തകനായ ലക്ഷ്മികാന്തന്റെ കൊലപാതക കേസിൽ ഭാഗവതരും സഹനടൻ N.S. കൃഷ്ണനെയും അറസ്റ്റിലായി. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പത്രപ്രവർത്തകനെ ഗുണ്ടകളെ വിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ 27 മാസങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ താളം തെറ്റിച്ചു. പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും നഷ്ടപ്പെട്ട താരപദവി തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. ജയിൽ മോചിതനായ ശേഷം 5 സിനിമകൾ കൂടി അഭിനയിച്ചെങ്കിലും ഒന്നുപോലും വിജയിച്ചില്ല. ഒരു കാലത്ത് ആരാധകരുടെ പിന്തുണയിൽ ജീവിച്ച ഈ നടൻ അവസാന നാളുകളിൽ ദാരിദ്ര്യത്തിലും നിരാശയിലുമാണ് കഴിഞ്ഞത്. 1959 അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഇനി കാന്തയിലേക്ക് വരാം. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസും റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നിർമ്മാതാവ് റാണ ദഗുപതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് റിലീസ് ചെയ്ത ഈ ചിത്രത്തിന് യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെന്ററി ഒരുക്കി ശ്രദ്ധേയനായ സെൽവമണി സെൽവരാജാണ് കാന്തയുടെ സംവിധായകൻ. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രണയം, കല, വൈകാരികത എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന 2 വലിയ കലാകാരന്മാർക്കിടയിലെ സംഘർഷങ്ങളുടെ കഥയാണ് കാന്ത പറയുന്നത്. ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഈ ചിത്രം തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്.